അങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി, സംഭവിച്ചു പോയി, എന്ത് ചെയ്യാൻ പറ്റും, ഒരാൾ മരിച്ചല്ലേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണോ ഈ ഒരു ജാമ്യം വിളിച്ചിരിക്കുന്നത്? കേരളത്തിൽ പുരുഷന്മാർക്ക് പുരുഷ കമ്മീഷന്റെ ആവശ്യമുണ്ടോ എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഷിംജിത കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്നതാണ്. പണ്ടത്തെ ആളുകൾ കുറച്ചുകൂടെ ഭയപ്പെട്ടാണ് ജീവിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ആളുകൾക്ക് ഭയമില്ല. രാത്രിയിൽ ഇറങ്ങി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലും കേരളത്തിലും എവിടെയാണെങ്കിലും. ഒരു യുവാവിന്റെ മരണം മാത്രമല്ല, അതിനുശേഷം ഷിംജിതയ്ക്കെതിരെ മറ്റൊരു പെൺകുട്ടി പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തന്റെ അനുവാദമില്ലാതെ തന്റെ ദൃശ്യങ്ങൾ ഫോൺ പകർത്തി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തന്നെയും ഇത്രയും പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ജനങ്ങളോട് തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല, ഷിംജിത ഭയപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് അതേപോലെ തന്നെ ഇവരെ അനുകൂലിച്ചു വരുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. സത്യം എന്താണ് എന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല. അപ്പോ രാഹുലേട്ട, സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു പോസ്റ്റ് ഇട്ട് ഒരു വ്യക്തിയെ, ഒരു യുവാവിന്റെ മരണത്തിന് കാരണക്കാരിയായ ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. 21 ദിവസങ്ങൾക്ക് ശേഷമാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഒരു ഇളവാണോ യഥാർത്ഥത്തിൽ ഷിംജിതയ്ക്ക് ലഭിച്ചത്? നമ്മൾ കണ്ടിരുന്നു ഗ്രീഷ്മയുടെ കേസിലൊക്കെ, അല്ലെങ്കിൽ ജോളിയുടെ കേസിലൊക്കെ തന്നെയും നന്നായിട്ട് പഠിക്കുന്ന, വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ അത്രത്തോളം കഴിവുള്ള സ്ത്രീയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഷിംജിതയും ഇനി അത്തരത്തിലൊരു ജനപ്രതിനിധിയാണ്. അങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി, സംഭവിച്ചു പോയി, എന്ത് ചെയ്യാൻ പറ്റും, ഒരാൾ മരിച്ചല്ലേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണോ ഈ ഒരു ജാമ്യം ലഭിച്ചിരിക്കുന്നത്? ഷിംജിതയെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിൽ മൊത്തത്തിൽ ഒരു ചർച്ചാ വിഷയമാക്കിയ ഒരു വിഷയമാണ്. അപ്പോൾ കേരളത്തിൽ പുരുഷന്മാർക്ക് പുരുഷ കമ്മീഷന്റെ ആവശ്യമുണ്ടോ എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഷിംജിത കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്നതാണ്. അത് മാത്രമല്ല, അവരുടെ ഒരു പോസ്റ്റിൽ ഒരു യുവാവ് ആത്മഹത്യ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതിയെ സംബന്ധിച്ച്, അതായത് നിയമപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പല കേസുകൾക്കും ജാമ്യം കിട്ടുന്നത് എളുപ്പമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ആത്മഹത്യയുടെ കാരണം എന്താണ് എന്ന് തെളിയിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അത് കോടതിയിൽ തെളിയിക്കണം, അത് വാലിഡ് ആകണം, കോടതിക്ക് ബോധ്യപ്പെടണം, എങ്കിൽ മാത്രമേ അവരെ ശിക്ഷ വിധിക്കാൻ കഴിയുകയുള്ളൂ എന്നതൊരു യാഥാർത്ഥ്യമാണ്. പിന്നീട് പല മാധ്യമങ്ങളുടെ മുന്നിലും ഒരുപാട് ആളുകൾ വന്നിരുന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഇത് ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തുകൊണ്ടാണ് കേരള സമൂഹം ഏറ്റവും കൂടുതൽ ചർച്ചയായത്. ആ പുരുഷൻ ആത്മഹത്യ ചെയ്തത് കൊണ്ട്, അതായത് അത് ഏറ്റെടുത്തുകൊണ്ടാണ്, കേരള ജനത ആ വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് ഷിംജിതയെ അറസ്റ്റ് ചെയ്യുന്നതും ഷിംജിതയെ റിമാൻഡ് ചെയ്യുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചർച്ച ചെയ്ത വിഷയമാണ്. തന്നെ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ പറയുന്ന ദീപക് ഒരുപക്ഷെ ഷിംജിതയെ തൊട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ പറയുന്ന മോശമായ രീതിയിൽ സ്പർശിച്ചത് കൊണ്ടായിരിക്കാം ഈ ഷിംജിത അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ തെറ്റ് ചെയ്തല്ലോ എന്നുള്ള പാപഭാരത്താൽ ആത്മഹത്യ ചെയ്തതായിരിക്കാം എന്നുള്ളത്. അതിനപ്പുറം ഒരു കൂട്ടം ആളുകൾ ഈ മരണപ്പെട്ട വ്യക്തിയെക്കുറിച്ച് പറയാത്തതൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് അമ്മയോട് പറഞ്ഞിരുന്നു അത്രേ ഈ പറയുന്ന യുവാവ് മരണത്തിന് കുറച്ച് ആളുകൾക്ക് മുൻപ്. സാധാരണ കാഷ്വലായി സംസാരിക്കുമ്പോൾ പുറത്തൊന്നും ഇങ്ങനെ ഇരിക്കേണ്ട, ആളുകളൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കുറച്ച് ഇന്നത്തെ സമൂഹം ശരിയല്ല എന്ന് പറഞ്ഞ അമ്മയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുന്നു ഒരു തവണ. അപ്പോൾ അത്രത്തോളം സമൂഹത്തെ പേടിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നിടത്ത് അദ്ദേഹത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് തൻ്റെ സ്വഭാവം പോലെയാണ് എല്ലാ പുരുഷന്മാരും, തൻ്റെ അമ്മ പോലും സമൂഹത്തിൽ സേഫ് അല്ല എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം അന്ന് ഈ പറയുന്ന യുവാവ് അമ്മയെ വിളിച്ച് വീടിനകത്തേക്ക് കൊണ്ടുവന്നത്. അതായത് കൃത്യമായി ആ വ്യക്തി ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അമ്മയുടെയും അച്ഛൻ്റെയും വായിൽ നിന്നും ചൂഴ്ന്നെടുത്ത് അതിൽ നിന്നും ഈ പറയുന്ന രീതിയിൽ ഒരു കണ്ടന്റ് ആക്കി ഷിംജിതക്ക് അനുകൂലമാക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അത്രത്തോളം മാനസികമായി അത്രത്തോളം ക്രൂരമായ മനോഭാവമുള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അല്ല, സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബസ്സിൽ തെള്ളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ എന്തെങ്കിലും ബസ്സിൽ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മൾ എത്ര ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബസ്സിൽ അത്തരത്തിൽ ലൈംഗികപരമായിട്ട് ചൂഷണം ചെയ്യാൻ കഴിയുന്ന ഒരു സാധ്യത കണ്ടുകൊണ്ടുവരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിപ്പോഴും നടക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്ന നിലയിൽ ഇപ്പോൾ എനിക്ക് ഉൾപ്പെടെ പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ്, അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഷിംജിതയുടെ ആ ഒരു വീഡിയോ കാണുമ്പോൾ അത് ഫേക്ക് ആണോ റിയൽ ആണോ എന്നുള്ള സംശയത്തിലേക്ക് പോലും ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ ഉൾപ്പെടെയുള്ള പല പെൺകുട്ടികളും ഏറ്റവും കൂടുതൽ ഷിംജിതയെ ഏറ്റവും കൂടുതൽ തള്ളിപ്പറഞ്ഞത് പുരുഷന്മാരല്ല, മറിച്ച് സ്ത്രീകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
അനുകൂലിക്കുന്നവരുണ്ടെങ്കിലെന്നല്ല, പക്ഷെ കൂടുതലും തള്ളി പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളാണ്. കാരണം ആ ഒരു വീഡിയോയുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായും നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ, ഒരുപക്ഷെ കോടതിയിൽ ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഷിംജിത ചെയ്തതിനേക്കാൾ കൂടുതൽ കൃത്യമായി ദീപക് ചെയ്തത് തെറ്റാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം കൃത്യമായി നടന്നതുകൊണ്ട്, നടപ്പിലായത് കൊണ്ടായിരിക്കാം ഷിംജിതയ്ക്ക് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. അല്ല, ഇടയ്ക്ക് വെച്ചൊരു ട്രെൻഡ് ആയിരുന്നു ബസ്സിൽ കയറുമ്പോൾ നേരെ അപ്പുറത്ത് ഏതെങ്കിലും യുവാവ് വന്നിരിക്കുകയാണെങ്കിൽ വീഡിയോ എടുത്തിരുന്നത്. അങ്ങനെ ഒരു ട്രെൻഡ് ആയിരുന്നു ഇടയ്ക്ക് വെച്ച്. ഒരുപാട് വിഷയങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങൾ അതിൻ്റെ പേരിൽ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ആ സമയത്ത് ചിലപ്പോൾ പ്രതികരിക്കാൻ പറ്റിയെന്ന് വരില്ല എന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇതേപോലെ വീഡിയോ എടുത്തതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്താൽ മതി. അതെ, തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാമായിരുന്നു, ഷിംജിതക്കും ചെയ്യാമായിരുന്നു. ഇതുപോലെ നിയമപരമായിട്ട് നേരിടാം. അപ്പോൾ അവിടെ വെച്ചാണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതെങ്കിൽ കണ്ടക്ടറോട് പറയാം, അല്ലെങ്കിൽ അവിടെ വെച്ച് പ്രതികരിക്കാം. ഇപ്പോ പറയുമ്പോൾ ചില ആളുകൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് കൃത്യമായി അങ്ങനെ പ്രതികരിച്ചാൽ ഒരുപക്ഷെ ബസ്സിലുള്ള ആരും ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കില്ല, അതുകൊണ്ടാണ് ആ പെൺകുട്ടി പ്രതികരിക്കാതിരുന്നത് എന്നുള്ളത്. ഇങ്ങനെ ഒരു വാദം കൃത്യമായി ഉയരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അതെങ്ങനെ കൃത്യമായിട്ട് അറിയാൻ പറ്റും ആ ബസ്സിലുള്ള ആളുകൾ ഷിംജിതയെ അനുകൂലിക്കുമോ പ്രതികൂലിക്കുമോ എന്നുള്ളത്? ഒരു തവണ ഷിംജിതയ്ക്ക് പറയാമായിരുന്നു, ഒരു വേള പറഞ്ഞിരുന്നുവെങ്കിൽ കൃത്യമായി ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് എത്തിപ്പെടില്ലായിരുന്നു എന്നുള്ളത് അതവിടെ ഒരു തെളിവായേനെ. ഇപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർക്ക് പ്രതികരിക്കാൻ കഴിയില്ല, അതെ, ഭയപ്പെട്ടു പോവും, വായിൽ നിന്ന് ശബ്ദം പോലും വരുന്നില്ല, നിന്ന് വിറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാലം മാറി, പഴയ കാലത്തിൻ്റെ കൂട്ടല്ല. ഇന്ന് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമവ്യവസ്ഥകളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ ബസ്സിൽ അങ്ങനെ ഒരു വിഷയം നടക്കുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ പ്രതികരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ പഴയ കാലത്ത് നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ്. ഇന്ന് അവർ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അവർക്ക് കൃത്യമായിട്ടുള്ള അവയർനെസ് ഉണ്ട്, കൃത്യമായിട്ടൊരു ബോൾഡ്നെസ് ഉണ്ട്. ഇപ്പോൾ പണ്ടത്തെ ആളുകൾ കുറച്ചുകൂടെ ഭയപ്പെട്ടാണ് ജീവിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ആളുകൾക്ക് ഭയമില്ല. രാത്രിയിൽ ഇറങ്ങി സഞ്ചരിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഇന്ത്യയിലും കേരളത്തിലും എവിടെയാണെങ്കിലും ഉണ്ട്. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് പ്രതികരിക്കാനുള്ള സ്പേസ് ഉണ്ട് എന്ന് കൃത്യമായി അവർക്കൊരു അവയർനെസ് കൊടുക്കുക. ഇപ്പോൾ ബസ്സിലാണെങ്കിലും കണ്ടക്ടറോട് പറയാം, അല്ലെങ്കിൽ ഒന്ന് കുറച്ച് അയാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദേഷ്യത്തോടെ നോട്ടം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഉപേക്ഷിച്ച് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായിട്ടും അന്ന് അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ബാക്കിയുള്ള ജനങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അതൊരു തെളിവാകുമായിരുന്നു. ഇതിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അതായത് ഈ ഒരു യുവാവിന്റെ മരണം മാത്രമല്ല, അതിനുശേഷം ഷിംജിതയ്ക്കെതിരെ മറ്റൊരു പെൺകുട്ടി പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തന്റെ അനുവാദമില്ലാതെ തന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തന്നെയും ഇതൊക്കെ കൃത്യമായി ഫോണിൽ പകർത്തിയതിനേക്കാൾ ഉപരി ഈ ഒരു വ്യക്തിപരമായ ദേഷ്യം കൂടി ഷിംജിതയോട് ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇവരൊരു ജനപ്രതിനിധിയാണ്, ഇവർക്ക് എന്തായാലും അത്ര വലിയ ധൈര്യക്കുറവുള്ള വ്യക്തിയൊന്നും ആയിരിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ജനങ്ങൾ ഇപ്പോൾ ഈ സംസാരിക്കുന്ന നമ്മൾ പോലും, അല്ലെങ്കിൽ അത്രയും പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ജനങ്ങളോട് തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല, ഷിംജിത ഭയപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ല, ഇവിടെ ഏറ്റവും കൂടുതൽ നിലനിന്നിരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ട്രെൻഡിങ് ആണ്. ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇട്ട് മില്യൺസ് വ്യൂ വാങ്ങിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചിലപ്പോൾ അതിനകത്തൊന്നും കണ്ടില്ല, അവരെ ഉപദ്രവിച്ചു പോലും കണ്ടില്ല. അപ്പോൾ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നേരെ പരാതിപ്പെടുക, അല്ലെങ്കിൽ വീഡിയോ എടുത്തതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുക. അതിനുശേഷം മാത്രം സാമൂഹ്യ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയൊരു ഗുണവും ദോഷവും അതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ ഒറ്റയടിക്ക് വന്നിട്ട് അവർ സത്യം എന്താണെന്നോ ശരി എന്താണെന്നോ പോലും അന്വേഷിക്കാതെ നേരെ വന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യം സോഷ്യൽ മീഡിയയിലുണ്ട്. ആ സമയത്ത് അതേപോലെ തന്നെ ഇവരെ അനുകൂലിച്ചു വരുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. സത്യം എന്താണ് എന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല. അപ്പോൾ അവിടെ വെച്ച് പ്രതികരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഷിംജിയെ ജയിലിൽ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ആ ബസ്സിലുണ്ടായിരുന്ന ആരെങ്കിലും ഒരു മൊഴി പറയുകയായിരുന്നെങ്കിൽ, ഷിംജിതയോടൊപ്പമാണ് എന്നൊരു മൊഴി പറയുകയായിരുന്നെങ്കിൽ ഒരു വിഷയവും ഉണ്ടാകില്ലായിരുന്നു. അതെ, ഇതിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഷിംജിതയുടെ ജാമ്യം ലഭിച്ച് ഷിംജിത പുറത്തു വന്നു. നമുക്കറിയില്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിട്ടില്ല. എന്തായാലും പോയപ്പോൾ ആർക്ക് പോയി? ഈ പറയുന്ന ദീപകിന്റെ കുടുംബത്തിന് പോയി. ആ കുടുംബത്തിനെ മുന്നോട്ട് നയിച്ചിരുന്ന, അതിന് നെടുന്നുണ്ടായിരുന്ന ഒരു വ്യക്തി മരണപ്പെട്ടപ്പോൾ കൃത്യമായി കുടുംബത്തിനുണ്ടായ നഷ്ടം വന്ന ഒരു തെല്ലും ചെറുതല്ല. വെറും റീച്ചിന് വേണ്ടി ആയിരുന്നു ഷിംജിത ഇത് ചെയ്തതെങ്കിൽ
കൃത്യമായി കർമ്മ ഷിംജിതയെ പിന്തുടരുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഈ പറയുന്ന നീതിപീഠത്തിന് മുൻപിൽ കണ്ണിൽ പൊടിയിടാൻ സാധിച്ചോ എന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് നിലനിൽക്കുന്നു, ഇപ്പോഴും നിലനിൽത്തുകൊണ്ടിരിക്കുന്നു. കാരണം ഷിംജിത പറയുന്നുണ്ട് താൻ പറഞ്ഞ മൊഴിയിൽ നിന്നും അല്ലെങ്കിൽ താൻ പറഞ്ഞ പരാതിയിൽ നിന്നും മാറില്ല, ഈ പറയുന്ന ദീപക് തന്നെ തൊട്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് സത്യമാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കട്ടെ, പുറത്തിറങ്ങട്ടെ, സ്വതന്ത്രയായി തന്നെ ജീവിക്കട്ടെ. പക്ഷെ അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന് കൃത്യമായൊരു മറുപടി എന്നെങ്കിലും പറയേണ്ടി വരുമെന്നുള്ളതാണ്.